ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല, ലോഞ്ചാണ് മേക്കിംഗ് വീഡിയോസാണ്. നമുക്ക് വൈകാണം ചെയ്യാം. അപ്പോൾ ഇതിന് സർപ്രൈസൊക്കെ ഇടുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ. ഇത് ഞാൻ ഹോംമെയ്ഡായി തന്നെ ചെയ്തൊരു സർപ്രൈസാണ്. ഇതാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സ്വന്തം പാണ്ട കുട്ടികളാണ്. കവായി സ്റ്റിക്കറാണ് പാണ്ട കുട്ടികളുടെ. പക്ഷെ കവായി സ്റ്റിക്കേഴ്സ് എനിക്ക് തല്ല കേട്ടോ. ശരിക്കുള്ള കവായി സ്റ്റിക്കർ വേറെയാണ്. ഗേൾസൊക്കെ ഈ ഐറ്റമാണ് കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറയാം. കവായി ഗേൾസ് ആണല്ലത്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അതോട്ട് കൊടുത്ത് ഈ ഒരു ഇതും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഓരോ സമയം വരുമ്പോഴും ഓരോ തരാണ്. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു തരമാണ്. ചെയ്താലും പ്രശ്നമാണ്, ചെയ്തില്ലാലും പ്രശ്നമാണ്. എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെറുപ്പം. ബട്ട് എനിക്കിഷ്ടം കവായി ജേണലുകളിൽ ഇങ്ങനത്തെ ജേണൽസിനേക്കാളാണ് ഇഷ്ടം കൂടുതൽ. ബട്ട് അപ്പം അതിന് കാരണങ്ങളൊന്നുമില്ല. അതിന് കാരണം ഇല്ല. അപ്പോൾ അത് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള സാധനമാണ് ഈ ജേണൽ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന കുറിപ്പ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്കിങ്ങനത്തെ ഫസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് എൻ്റെ ഉപ്പയെ കൊണ്ട് ഇത് സെയിം ഡയറി തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് 4 ആ സമയത്താണ് കാലാണിത് പറയാം. അപ്പോൾ ഈ കഥ നമുക്ക് തുടരാം. അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ 4 പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ജേണലിനോട് ഞങ്ങൾ ഊതി വന്നത്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 5ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കൊല്ലം മുൻപുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ത്വര വന്നത്. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ത്വര വന്നത്. അപ്പോൾ ഞാൻ വേഗം പയ്യപ്പെടെ പറഞ്ഞു നമുക്കിപ്പോൾ നമുക്ക് ജോണിലാക്കാൻ വേണമെങ്കിൽ എനിക്ക് വാശി ടൈപ്സ് അങ്ങനത്തെ ഒക്കെ വേണം. വാശി ടൈപ്പ് ഒന്ന് ആ സമയത്ത് എനിക്ക് എന്താണ് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ പറയാൻ പാടുന്നുണ്ട്, ആ കഥ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണെന്ന് ചെയ്താണെന്ന് വെച്ചാൽ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തറിയോ, ഇതേ മാതിരിയോ സാധാരണ പേപ്പർ എടുക്കും. അതിന് ഒരു കുറച്ച് ഇങ്ങനെ ഡിസൈൻ ഒരു ഇത്രക്കുള്ള പേപ്പർ എടുത്ത ശേഷം അതിൽ നല്ലോണം വരയിടും. അതിങ്ങനെ ഒരു 8 ലൈൻസ് പോലത്തെ വരയിട്ട ശേഷം ഈ ഒരു കളിവിട്ട് ഇവിടെ കളിപ്പിക്കും, ഈ ഒരു കളിവിട്ട് ഇവിടെ കളിപ്പിക്കും. ഇങ്ങനെ എല്ലാ സെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ജേണൽ മേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ സ്ഥലത്ത് എനിക്ക് അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ജേണൽ പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് കയറി വന്നത്. കാരണം ആ സമയത്തൊന്നും ജേണൽ എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് പേര് ഈ വീഡിയോ കാണുന്നതിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവാണ്ടിരിക്കില്ലായിരിക്കാം, മിക്ക ആൾക്കാർക്കും അറിയില്ല. ഈ ജനിച്ച പാടം ഞാൻ കുട്ടികളോട് പറയാം ജേണൽ മേക്കിംഗ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ചെയ്യാം. ആ സെയിം സിറ്റുവേഷനാണ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നത്. ഈ ജേണൽ എന്താണെന്ന് പോലും അറിയാണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ യൂട്യൂബ് കണ്ടു, അങ്ങനെയൊക്കെ കണ്ട് ഒരു വിധത്തിൽ ഞാൻ അതിനെ സെറ്റാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ജേണലിൽ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തം പാണ്ടാക്കുട്ടങ്ങളെ എത്തിച്ചു കൊടുക്കാം. നല്ല രസമുണ്ട് ഈ പാണ്ടാക്കുട്ടങ്ങളെ കാണാൻ. വൈറ്റ് ലൈൻ ചേർന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക.
അല്ലാണ്ട് ചോദിക്കരുത് പ്ലീസ്. കുറേ പേര് ലിങ്ക് എടുത്തിട്ടാണ് ഞാൻ കൊടുക്കും, പിന്നെ അവർ നോക്കും. ഇതിലെ ഒട്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 3 ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും ഒട്ടിച്ച് അവസാനിപ്പിക്കണം. തോരണ്ടല്ലോ തോര ഇട്ടോട്ട് പാണ്ടാൻ കൂടെ ഉണ്ട്, അതും കൂടെ ഒരു കംപ്ലീറ്റ് ആക്കാം വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം ഇനി നമുക്കിതിൽ റൈറ്റ് ചെയ്യാം. നമുക്കിനി എഴുതി കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ എഴുതിയെടുത്തു. അപ്പം ഇനി ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം എന്തൊക്കെ എഴുതിയാണ്. കാണിച്ചു തരാം കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. കമൻറ്റ് ബിലോ ആൻഡ് സബ്സ്ക്രൈബ് ബിലോ.